ചുരക്കി കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു പുളിശ്ശേരിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അധികം മുറ്റിയിട്ടില്ലാത്ത ഇളയ ചുരക്കി ആയതുകൊണ്ട് ഇത് നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചുരക്കിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മൺചട്ടിയിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഗ്യാസിലേക്ക് വെച്ച് അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ചുരക്കി വേകുന്ന സമയത്തിന് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചമുളക്, ഏകദേശം ഒരു 1/2 കപ്പോളം വരുന്ന ചിരകിയ നാളികേരം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 സ്പൂൺ ജീരകം, 1/4 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന അരപ്പിലേക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുള്ള നല്ല കട്ടിയുള്ള തൈര് കൂടി ഒഴിച്ചെടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. തൈരും ചേർത്ത് നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ചുരക്കിയുടെ പീസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായി തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാച്ചി ഒഴിക്കാൻ കൂടിയേ ഉള്ളൂ. കറി തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. താളിച്ചൊഴിക്കാനായിട്ട് ഒരു കുഞ്ഞ് പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/4 സ്പൂൺ കടുകും സ്ലിറ്റ് ചെയ്ത വറ്റൽമുളകും വട്ടത്തിലരിഞ്ഞ് ചുവന്നുള്ളിയും ചേർത്ത് മൂപ്പിച്ചിട്ട് ചെറിയ ഉള്ളി ഏകദേശം മൂപ്പായി വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയൊരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മൂത്ത് വരുന്ന ഈ ഒരു കൂട്ടിലേക്ക് വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവാപ്പൊടിയും കറിവേപ്പിലയും കളറിനായി 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്ത് നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചൂട് ചോറിനൊക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുളിശ്ശേരി റെസിപ്പിയാണിത്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.